ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റായിത്തിന് തയ്യാറാക്കാൻ പോണത് ഖട്ടാ മേട്ടീനത്. കുറച്ച് മധുരം കുറച്ച് പുളി ഉണ്ടാവും. അതിലേക്ക് ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്, പഴുത്ത മാങ്ങിനെ ഒരു കഷ്ണം ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ശരിയാക്കേണ്ടതാണ്. പിന്നെ ഞാനിതിൽ പുതിന എടുത്തിട്ടുണ്ട്. പുതിന എന്നാൽ ചിലർക്ക് അതിൻ്റെ മണം അത്ര ഇഷ്ടമുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. എത്രയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പിടി എന്ന് പറഞ്ഞാൽ വലിയ പിടിയല്ല, കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇത്ര. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വേപ്പില, പിന്നെ ഒരു കഷ്ണം കാന്ത ഒണിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തൈര് വേണം. ഇതൊരു 250 ഗ്രാം ഉണ്ടായിരിക്കും തൈര്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്കത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആദ്യം ഈ കാന്തയും ഈ വേപ്പിലയും ഇതും പച്ചമുളക് പിന്നെ ഇതും എന്നിട്ട് വെറുതെ ഒന്ന് തിരിച്ചതിന് ശേഷം ഈ മാങ്ങ ഇടാം അതിൻ്റെ മേലെ. പേസ്റ്റൊന്നും ആവരുത്, തരിതരിന്നാവണം. അപ്പോൾ മാങ്ങ ഇടുമ്പോൾ നമുക്ക് കുറച്ച് തൈരും കൂടെ ഒഴിക്കാം. ഞാൻ ചതച്ചിട്ട് വരാം. അത് ഞാൻ ഒന്ന് ഇതാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയായിട്ടുണ്ട്. ഇനി ആ മാങ്ങ ഇടുമ്പോൾ കുറച്ചും കൂടി ആയിക്കോളും. ഇത് 2 പ്രാവശ്യം ഒന്ന് തിരിച്ചാണ്. ഒന്ന് ഓണാക്കുക ഓഫ് ചെയ്യുക അങ്ങനെ. പേസ്റ്റ് ആവരുത്. ഇനി കഷ്ണം ഇതിലിടാം. മാങ്ങ കുറച്ച് തൈരും കൂടെ ഒഴിക്കതിൽ. അതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്യാം. പേസ്റ്റ് ആവരുത്. അപ്പോൾ ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, പേസ്റ്റ് ആക്കാണ്ട്. ആ ഗ്രീനൊക്കെ അങ്ങനെ ചെറിയ കഷ്ണമായിട്ട് കാണണം. മാങ്ങയൊക്കെ ഒരുവിധമായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ബാക്കിയുള്ള തൈരും കൂടെ അതിലിടാം. കട്ടത്തൈരാണെങ്കിൽ ഒന്ന് ഉടച്ചിട്ട് അതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് തിരിക്കുകയും ചെയ്യാം വേണമെങ്കിൽ. നന്നായി മിക്സ് ആക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഇടാം കേട്ടോ, കൂടുതലോ കുറവോ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ നമ്മുടെ രായിത്ത തയ്യാറായി. ഇപ്പം മാമ്പഴക്കാലത്ത് മാമ്പഴപ്പം ഉണ്ടാക്കാൻ സുഖമാണല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്നൊരു ചേഞ്ചായിട്ട് ഉപ്പ് നോക്കുക. കുറച്ചും കൂടി വേണം. അപ്പോൾ ആ പുതിനേരൊരു മണവും മാങ്ങ, ഇഞ്ചി, തൈര് എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക, അതൊരു ചേഞ്ചായിട്ട്. പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് ഈ മാങ്ങ ഇടാം, ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ രായിത തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പുളിയും അധികമില്ല, കുറച്ച് മധുരമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.